പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം ബാലാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീമന്നാരായണീയം ദശകം 53. രേണുകാസുരവധം. അതീത്യ ബാല്യം ജഗദാം പദേ ത്വമുപേത്യ പൗഗണ്ഡവയോ മനോജ്ഞം ഉപേക്ഷ്യ വത്സാവനമുത്സവേന പ്രാവർത്തതാ ഗോഗണപാലനായാം. ഉപക്രമസ്യാനുഗുണൈവ സേയം മരുത്പുരാധീശ തവ പ്രവൃത്തി ഗോത്രാപരിത്രാണകൃദേവ തീർന്നസ്തദേവ ദേവാരപഥാസ്തദായ. കദാപി രാമേണ സമം വനാന്തേ വനശ്രിയം വീക്ഷ്യ ചരൻ സുഖേന ശ്രീരാമനാംന സ്വസഹസ്യ വാചാ മോദാദഗാധേനുകാനനം ത്വം. ഉത്താളതാളീനിവ ഹേതുദുക്ത്യാ ബലേന ദോദേഥ ബലേന ദോർഭ്യാം മൃദുഃഖരശ്ചാഭ്യവദത് പുരസ്താത് ഹരോത്കരോധേനുഗദാനവോऽപി. സമുദ്യതോ ധൈനുകപാലനേഹം കഥം വധം ധൈനുകമദ്യ കുർവേ ഇതീവ മത്വാ ധ്രുവമഗ്രജേന സുരൗഭയോദ്ധാരമജീകതസ്ത്വം. തദീയഭൃത്യാനവിജംബുകത്വേനോപാഗതാനഗ്രജ സംയുതസ്ത്വം ജംബൂഫലാനീവ തഥാ നിരാസ്തസ്ഥാലേഷു ഖേലൻ ഭഗവൻ നിരാസ്തഃ. വിനിഘ്നതി ത്വയ്യദജംബുഗൗഹം സമാമഗത്വാദരുണസ്തദാനീം ഭയാകുലോ ജംബുകനാമധേയം ശ്രുതിപ്രസിദ്ധം വ്യഥിതേതി മന്യേ. തവാവതാരസ്യ ഫലം മുരാരേ സംജാതമദ്യൈതി സുരേണുദസ്ത്വം സത്യം ഫലം ജാതമിഹേതിഹാസീ ബാലൈ സമം താലഫലാന്യപുങ്ക്താഃ. മധുദ്രവസൃന്തി ബൃഹന്തി താനി ഫലാനി മേധോഭരവൃന്തി ഭുക്ത്വാ തൃപ്തൈശ്ച തൃപ്തൈർഭവനം ഫലൗഹം മഹദ്വിരാഗാഃ ഖലു ബാലകൈസ്ത്വം. ഹതോ ഹതോ ധേനുക ഇത്യുപേത്യ ഫലാന്യദദ്ഭിർമധുരാണി ലോകൈഃ ജയേതി ജീവേതി നുദോ വിഭോ ത്വം മരുത്പുരാധീശ്വര പാഹി രോഗാത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അഗജാനന പദ്മാർക്കം ഗജാനനമഹർനിശം അനേകതം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. ശ്രീമഹാഗണപത്യൈ നമഃ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ശ്രീമഹാസരസ്വത്യൈ നമഃ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശം മനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 53. ധേനുകാസുരവധം. ശ്രീമദ് ഭാഗവതത്തിലെ 15-ാം അധ്യായത്തിലെ ആദ്യത്തെ 40 ശ്ലോകങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടാണ് 53-ാമത്തെ ദശകം ഉപജാതി വൃത്തത്തിൽ ധേനുകാസുരവധം എന്ന പേരിൽ എഴുതപ്പെട്ടത്. 10 ശ്ലോകങ്ങളാണ് ഈ ദശകത്തിലുള്ളത്. ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത്, അല്ലയോ ലോകനാഥ, അവിടുന്ന് കുട്ടിക്കാലം കടന്നു, അതായത് പശുക്കുട്ടികളെ നോക്കുന്ന ആ ഒരു കുട്ടിക്കാലം കടന്ന് പൗഗണ്ഡം എന്ന ഒരു പ്രായത്തിൽ ആ ഒരു ഘട്ടത്തിലേക്ക് എത്തി. അതായത് 6 മുതൽ 10 വയസ്സ് വരെയുള്ള പ്രായം. ആ പ്രായത്തിൽ പശുക്കുട്ടികളെ നോക്കുന്നതിന് പകരം പശുക്കളെ നോക്കുന്ന ആ ഒരു ഉത്തരവാദിത്തത്തിലേക്ക് ശ്രീകൃഷ്ണനെയും ജ്യേഷ്ഠനായ ബലരാമനെയും ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ ആ ഒരു പുതിയ ഉത്തരവാദിത്തം കിട്ടിയാൽ വളരെയധികം സന്തുഷ്ടരായിരുന്നു ശ്രീകൃഷ്ണനും ബലരാമനും എന്നാണ് പറയുന്നത്. അവർക്ക് വളരെ സന്തോഷമായി. അവർ അത്യാഹ്ലാദത്തോടെ ആ ജോലിയിൽ ഏർപ്പെട്ടു. അതാണ് 1-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. 2-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, ഭഗവാൻ ഗോത്ര സംരക്ഷണത്തിനായിട്ട് അവതരിച്ചതാണ് ഭഗവാൻ. അതായത് ഭൂമിയുടെ സംരക്ഷണത്തിനായിട്ട് അവതരിച്ച ഭഗവാൻ ആദ്യമായിട്ട് ഗോപരിപാലനത്തിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. ഇത് രണ്ടും, അതായത് ഭൂമിയുടെ സംരക്ഷണമാണ് അടുത്ത ഘട്ടം.
അപ്പോൾ അതിൻ്റെ മുമ്പുള്ള ഒരു ഗോപരിപാലനത്തിലേക്ക് ഭഗവാൻ പ്രവേശിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അതായത് പൃഥു അവതാരത്തിൽ പറയുന്നുണ്ട് പശുവിൻ്റെ രൂപത്തിലാണ് ഭൂമിയെ കറന്നെടുത്തത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പശുവും ഭൂമിയും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഭൂമിയെ സംരക്ഷിക്കുന്നതിൻ്റെ ഒരു മുൻപ് ഉള്ളൊരു തന്നെയാണ് പശു സംരക്ഷണം എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് ഭൂമിയുടെ ഒരു പ്രാർത്ഥന കൊണ്ട് തന്നെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് ഈ രണ്ടാമത്തെ ശ്ലോകത്തിൽ ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ ശ്ലോകത്തിൽ ഇവരിങ്ങനെ കാട്ടിൽ ഗോപരിപാലനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് മരങ്ങളിൽ കയറുക, ഊഞ്ഞാലാടുക, പഴങ്ങൾ പറിച്ചു തിന്നുക, അങ്ങനെയുള്ള കളികളിലൊക്കെ ഏർപ്പെട്ട് നടക്കുന്ന സമയത്താണ് ശ്രീദാമാവ് എന്ന് പറഞ്ഞ ഒരു ഉറ്റ ചങ്ങാതി പറഞ്ഞത്, ധേനുക വനത്തിലേക്ക് നമുക്ക് പോവാം, അവിടെ നല്ല പഴുത്ത കരിമ്പനകളുടെ മണം വരുന്നുണ്ട്, അങ്ങോട്ടേക്ക് നമുക്ക് പോവാമെന്ന് പറഞ്ഞത്. ധേനുക വനം എന്നുള്ള പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ധേനുകാസുരൻ എന്നുള്ള ഒരു അസുരൻ താമസിക്കുന്ന വനമാണ് ധേനുക വനം. അങ്ങോട്ടേക്കാണ് പോവാന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്ക് സ്വാഭാവികമായിട്ട് പോവാൻ ഗോപന്മാർക്കൊക്കെ പേടിയാണ്, കാരണം അവിടെ ധേനുകാസുരൻ ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം എന്നുള്ളതാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ ധേനുകവനത്തിലേക്ക് പോയി അവിടെ ചെന്ന് അവിടെയുള്ള പഴുത്ത കായ്കളുള്ള കരിമ്പനകൾ ബലരാമനും ശ്രീകൃഷ്ണനും കൂടെ അത് കുലുക്കി. കരിമ്പനകൾ കുലുക്കിയ സമയത്ത് തന്നെ കുറേ പഴുത്ത് മൂത്ത പഴങ്ങൾ, കുറേ ഇളനീർ പാകത്തിലുള്ള പഴങ്ങളും കൂടെ താഴെ വീണു. അപ്പോൾ ഇവർ ഈ പന കുലുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ധേനുകാസുരൻ അറിയട്ടെ ഈ വനത്തിലേക്ക് ഇവർ വന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഇവർ പന പിടിച്ച് കുലുക്കിയത്. അപ്പോഴാണ് ഈ പഴങ്ങൾ താഴെ വീണത്. അത് കേട്ട ഉടനെ തന്നെയാണ് ഈ പഴുത്ത പഴങ്ങളുടെ മണവും കേട്ട ഉടനെ തന്നെ ധേനുകാസുരൻ കഴുതയുടെ രൂപത്തിലാണ് ഓടി വന്നത്. അപ്പോൾ അങ്ങനെ അതാണ് നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് എന്താ വെച്ചാൽ ഭഗവാൻ പക്ഷേ ആ കഴുതയുടെ രൂപത്തിലുള്ള ആ ഒരു അസുരനെ ഭഗവാൻ നേരിട്ട് വധിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ ഒരു കർമ്മം എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഒരു സ്ഥലത്ത് ഗോപരിപാലനവും മറ്റൊരു സ്ഥലത്ത് അതുപോലുള്ള ഒരു ഇതിൻ്റെ വധവും, അത് രണ്ടും കൂടെ ഒരുമിച്ച് ചേർന്ന് പോകുന്ന അല്ലാത്തതുകൊണ്ട് തന്നെ ഭഗവാൻ നേരിട്ട് ധേനുകാസുരനെ വധിക്കാതെ ആ ഒരു ദൗത്യം ബലരാമനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ബലരാമനെ കൊണ്ടാണ് ആ ഒരു ധേനുകാസുരനെ കൊല്ലിച്ചത്. അതാണ് അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ആറാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ധേനുകാസുരനെ വധിച്ചത് ആ ഒരു അറിഞ്ഞിട്ട് ധേനുകാസുരന് ഒരുപാട് ഭൃത്യന്മാരുണ്ട്, അവർക്കൊക്കെ കുറുക്കന്മാരുടെ രൂപമാണ്. അവരൊക്കെ അവിടത്തേക്ക് ഓടി വന്നു ഇതറിഞ്ഞിട്ട്. അപ്പോൾ അവരെ എല്ലാം തന്നെ ശ്രീകൃഷ്ണനും ബലരാമനും കൂടെ ഞാവൽപ്പഴങ്ങളെ എടുത്ത് എറിയുന്ന പോലെ കരിമ്പനിലേക്ക് എറിഞ്ഞ് അവരെ എല്ലാം കൊന്നു എന്നുള്ളതാണ് ആറാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഏഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അല്പം തമാശയായിട്ടാണ്. വരുണന് ജംബുകൻ എന്നുള്ള ആ ഒരു പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരുണൻ വിചാരിച്ചു ജംബുകൻ എന്നുള്ള പേരുള്ളവരെയൊക്കെ ഭഗവാൻ വധിക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ വരുണൻ പിന്നീട് ആ ഒരു പേര് വരുണന് ജംബുകൻ എന്നുള്ള പേര് വേറെ എവിടെയും കാണുന്നില്ല, അത് വേദത്തിൽ മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ള അതൊരു തമാശ രൂപേണ ശ്രീമേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പറയുകയാണ് ഏഴാമത്തെ ശ്ലോകത്തിൽ. എട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഭഗവാനെ അങ്ങയുടെ ആ ഒരു ജന്മ അവതാരത്തിൻ്റെ ഫലം ഇപ്പോൾ സംജാതമായി എന്നുള്ളതാണ് പറയുന്നത്. അതായത് ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ടവനായ അങ്ങ് പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഇവിടെ ഫലമുണ്ടായി എന്നത് സത്യം തന്നെ എന്നും പറഞ്ഞ് എല്ലാ കുട്ടികളെയും കൂട്ടിയിട്ട് ധാരാളം കരിമ്പനപ്പഴങ്ങൾ ഭഗവാനും കൂട്ടുകാരും ഗോപന്മാരും കഴിച്ചു. അതാണ് എട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഒമ്പതാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ധാരാളം കഴമ്പുള്ളവയും തേൻചാർ ഒഴുകുന്നവയുമായ വലിയ ആ കരിമ്പനപ്പഴങ്ങൾ, അത്രയും കാലം അവർ ആ പഴം കഴിക്കാൻ അതിൻ്റെ മണം വന്നിട്ടും കൊതിച്ചിരിക്കുകയായിരുന്നു. ഭഗവാൻ ധേനുകാസുരനെ വധിച്ചതിന് ശേഷം അവരെല്ലാവരും ധാരാളം പഴങ്ങൾ കഴിച്ചു. കുറച്ച് പഴങ്ങൾ അവർ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ആയി അവർക്കത് വീട്ടിലേക്ക് ബാക്കിയുള്ളത് കൊണ്ടുപോകാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഒമ്പതാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. പത്താമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഇങ്ങനെയുള്ള ധേനുകനെ കൊന്നു എന്നും പറഞ്ഞ് അടുത്തു വന്ന നല്ല സ്വാദുള്ള കരിമ്പഴം തിന്നുകൊണ്ട് ആളുകൾ പറഞ്ഞു, സർവോത്കർഷേണ വർത്തിച്ചാലും ദീർഘായുസായി ഇരുന്നാലും എന്ന് പറഞ്ഞ് സ്തുതിച്ചു, ഭഗവാനെ സ്തുതിച്ചു എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ സ്തുതിച്ച സർവ്വവ്യാപിയായ ഗുരുവായൂരപ്പ എൻ്റെ അസുഖം കൂടെ മാറ്റി എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീമേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഈ 53ാമത്തെ ദശകം അവസാനിപ്പിക്കുന്നത്.
ഹതോ ഹതോ ധേനുക ഇത്യുപേത്യ ഫലാന്യദദ്ഭിർമധുരാണി ലോകൈഃ ജയേതി ജീവേതി നുതോ വിഭോ ത്വം മരുത്പുരാധീശ്വര പാഹി രോഗാത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഹരേ നമഃ.